എല്ലാവർക്കും എഡ്യൂലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ്. അപ്പോൾ അതിൽ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി കഴിഞ്ഞ 2 ക്ലാസ്സിലായി പഠിച്ചതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യം പഠിക്കുന്ന പോയിൻ്റാണ്, ആദ്യമായി കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു വാട്ടർ കാർഡ് സംവിധാനം. എന്താണ് വാട്ടർ കാർഡ്? വാട്ടർ കാർഡ് സംവിധാനം ഏർപ്പെടുത്തിയ അല്ലെ നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് ഏതാണ്? കുന്നമംഗലമാണ്. കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്താണ് എന്താണ് കേരളത്തിലെ ആദ്യമായിട്ട് ഒരു വാട്ടർ കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത്. ഇനി അടുത്തത് നമ്മൾ കുറച്ച് ജലവൈദ്യുത പദ്ധതികളും അവ ഉൾപ്പെടുന്ന ജില്ലകളും അത് ഏത് നദിയിലാണുള്ളതെന്നും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം അഥവാ ഇനി ഏതെങ്കിലും ചോദിച്ചിട്ട്, ഇപ്പം നമുക്ക് പള്ളിവാസലോ അല്ലെങ്കിൽ ചെങ്കുളോ ഒക്കെ പറയുമ്പം ഇപ്പോൾ നേരത്തെ പഠിച്ചത് കൊണ്ട് അത് മുതിരപ്പുഴയിലാണെന്നോ ഇടുക്കി ജില്ലയിലാണെന്നൊക്കെ അറിയാം. അങ്ങനെ നമുക്ക് ഏതെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ഇപ്പോൾ കുറ്റ്യാടി, കൂത്തുങ്കൽ, പന്നിയാർ അതൊക്കെ ചോദിച്ചാൽ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ജലവൈദ്യുത പദ്ധതി, ആ പദ്ധതി നിലനിൽക്കുന്ന ജില്ല, ഏത് നദി അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പഠിച്ച ഏതാണ്? പള്ളിവാസൽ. അതേപോലെ ഒരു നദിയിലുള്ളത് ഞാൻ ഒരുമിച്ചാണ് എഴുതുന്നത്, ചെങ്കുളം. പള്ളിവാസൽ, ചെങ്കുളം. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി, ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഏത് നദിയിലാണ്? മുതിരപ്പുഴയിലാണ്. ഓർത്തു വയ്ക്കുക. ക്ലിയർ? ഇനി അടുത്തത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, അതേപോലെ മണിയാർ ജലവൈദ്യുത പദ്ധതി. മണിയാറില്ലായിരുന്നു, സ്വകാര്യ മേഖലയിലെ അത്. അപ്പോൾ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, മണിയാർ ജലവൈദ്യുത പദ്ധതി ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. നദി ഏതാണ്? പമ്പ നദിയാണ്. ഓക്കെ. അപ്പം ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, അതേപോലെ മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഏതാണ് നദി? പമ്പ നദിയിലാണ്. ഇനി അടുത്തത് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി, അതേപോലെ ഷോളയാർ ജലവൈദ്യുത പദ്ധതി. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി, ഷോളയാർ ജലവൈദ്യുത പദ്ധതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഏതാണ് നദി? ചാലക്കുടി പുഴ. ഇനി അടുത്തത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടി പുഴയിലാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ല അതേതാ? കോഴിക്കോട് ജില്ലയിലാണ്. നദി കുറ്റ്യാടി പുഴ. ഓക്കെ. അപ്പം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഏതാണ് പുഴ? കുറ്റ്യാടി പുഴ. അടുത്തത് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി, പന്നിയാർ ജലവൈദ്യുത പദ്ധതി. കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി, പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഏത് നദിയിലാണ്? പന്നിയാറിലാണ്. ഇടുക്കി ജില്ലയിലെ പന്നിയാർ നദിയിലാണ് കൂത്തുങ്കൽ ജലവൈദ്യുത പദ്ധതി, പന്നിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി. നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ മുതിരപ്പുഴയിലാണ് നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇടമലയാർ ഓർത്ത് വെച്ചേക്കുക,
എവിടെയാണ്? ഇടമലയാറിൽ തന്നെയാണ്. ഏതാണ് ജില്ല? എറണാകുളം. അതേപോലെ കക്കാട് തന്നെയാണ് ജില്ല പത്തനംതിട്ട. അതൊന്നും ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ എഴുതുന്നില്ല. ഇടമലയാർ തന്നെ. അതേപോലെ തന്നെ ഏതാ ജില്ല വരുന്നത്? എറണാകുളം ജില്ല. അതേപോലെ കക്കാടിൽ തന്നെ പത്തനംതിട്ട ജില്ല. പ്രധാനപ്പെട്ട ഇതാണ്. പള്ളിവാസൽ, ചെങ്കുളം അവ ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ല. നദി മുതിരപ്പുഴ. ശബരിഗിരി, മണിയാർ പത്തനംതിട്ട ജില്ലയിലാണ്, പമ്പ നദിയിലാണ്. അങ്ങനെയാണ് പെരിങ്ങൽകുത്ത്, ഷോളയാർ ഒക്കെ ജലവൈദ്യുത പദ്ധതികൾ തൃശ്ശൂർ ജില്ലയിലാണ്, ചാലക്കുടി പുഴയിൽ. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിൽ, കുറ്റ്യാടിപ്പുഴയിൽ. കൂത്തുങ്കൽ, പന്നിയാറൊക്കെ ഇടുക്കി ജില്ലയിൽ, പന്നിയാർ നദിയിൽ. നേര്യമംഗലം ഇടുക്കി ജില്ലയിലാണ്, മുതിരപ്പുഴ. അതേപോലെ KCB എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലേ. KCB നിലവിൽ വരുന്നത് 1957 മാർച്ച് 31 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിലവിൽ വരുന്നത്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരുന്നു? KP ശ്രീധരൻ നായർ ആയിരുന്നു. ആരാണ്? ആദ്യത്തെ ചെയർമാൻ KP ശ്രീധരൻ നായരാണ്. KCBയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വൈദ്യുത ഭവനാണ്. KCBയുടെ ആസ്ഥാനം വൈദ്യുത ഭവനാണ്. ഇനി കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മിറ്റി നിലവിൽ വരുന്നത് എന്നാണ്? കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മിറ്റി നിലവിൽ വരുന്നത് 2002 കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മിറ്റി നിലവിൽ വരുന്നത് 2002. ഇനി KCB വൈദ്യുതി വിതരണം നടത്താത്ത ഒരു ജില്ല ഉണ്ട്. KCB എല്ലാ ജില്ലയിലും വൈദ്യുതി വിതരണം നടത്തുന്നുണ്ട്. എന്നാൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KCB വൈദ്യുതി വിതരണം നടത്താത്ത ഒരു ജില്ല ഉണ്ട്. ഒരു ജില്ലയിലെ ഒരു പ്രദേശമുണ്ട്. അതാണ് ഇടുക്കി ജില്ലയിലാണ് ആ പ്രദേശം. മൂന്നാർ. എവിടെയാണ്? മൂന്നാർ. KCB ഇലക്ട്രിസിറ്റി വിതരണം ചെയ്യാത്ത വൈദ്യുതി വിതരണം ചെയ്യാത്ത ഇടുക്കി ജില്ലയിലെ പട്ടണമാണ് ഇത്? മൂന്നാർ. ഓക്കെ. ഇനി അടുത്തത് KCBയുടെ 24 മണിക്കൂർ പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പർ. പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 1912. 1912 24 hours KCBയുടെ എന്ത് പരാതി ഉണ്ടെങ്കിലും ആ പരാതി പരിഹരിക്കാനുള്ള നമുക്ക് വിളിച്ചു പറയാൻ പറ്റുന്ന ടോൾ ഫ്രീ നമ്പറാണ് ഏത്? 1912. ഇനി KCB തന്നെ ആദ്യമായിട്ട് കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് ആരംഭിച്ച കേന്ദ്രം അതെവിടെയാണ്? കഞ്ചിക്കോട്. കേരളത്തിലെ ആദ്യമായിട്ട് കഞ്ചിക്കോടിൻ്റെ പ്രത്യേകത കേരളത്തിൽ ആദ്യമായിട്ട് കാറ്റിൽ നിന്നും വൈദ്യുതി ആരംഭിച്ച കേന്ദ്രമാണ് കഞ്ചിക്കോട്. അതേപോലെ KCB ആദ്യമായി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച കേന്ദ്രമാണ് ഏത്? കഞ്ചിക്കോട്. പാലക്കാട് ജില്ലയിലാണ് കഞ്ചിക്കോട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് KCBനെ കുറിച്ച് ഓർത്ത് വെക്കേണ്ടത്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിലവിൽ വരുന്നത് 1957 മാർച്ച് 31. ആദ്യത്തെ ചെയർമാൻ KP ശ്രീധരൻ നായരാണ്. ആസ്ഥാനം വൈദ്യുത ഭവനാണ്. കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി കമ്മിറ്റി നിലവിൽ വരുന്നത് 2002. KCB വൈദ്യുതി വിതരണം ചെയ്യാത്ത കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇടുക്കി ജില്ലയിലെ പട്ടണമാണ് ഇത്? മൂന്നാർ.
ഇനി KCBയുടെ പരാതി പരിഹാര 24 hours പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പറാണ് ഇത് 1912. KCB ആദ്യമായി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കഞ്ചിക്കോടാണ്. താപ വൈദ്യുത പദ്ധതി, താപവൈദ്യുത പദ്ധതികളാണ് നമ്മൾ പറയുന്നത്. കേരളത്തിൽ താപവൈദ്യുത പദ്ധതികൾ എന്ന് പറയാൻ ആകെയുള്ളത് എത്ര എണ്ണമാണ്? 4 താപവൈദ്യുത പദ്ധതികളാണ് കേരളത്തിലുള്ളത്. അതിൽ ആദ്യത്തേതാണ് ഇത് കായംകുളം. കായംകുളം താപവൈദ്യുത നിലയം. കായംകുളം താപവൈദ്യുത നിലയമാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം. കായംകുളം താപവൈദ്യുത നിലയം അറിയപ്പെടുന്നത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നാണ്. എന്താണ്? രാജീവ് ഗാന്ധി കമ്പൈൻഡ്, എന്താണ്? രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നാണ് കായംകുളം താപവൈദ്യുത നിലയം അറിയപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പം പിന്നെ അതേപോലെ തന്നെ കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് നാഫ്തയാണ്. ഇന്ധനം ഏതാണ്? നാഫ്ത. ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് നാഫ്തയാണ്. അതേപോലെ കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 350 മെഗാവാട്ടാണ്. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത്. ഇനി കായംകുളം താപവൈദ്യുത നിലയത്തിലേക്ക് ആവശ്യമായ കൂളിംഗ് വാട്ടർ എടുക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? കൂളിംഗ് വാട്ടർ എടുക്കുന്നത് ഏത് നദിയിൽ നിന്നാണ്? അച്ഛൻ കോവിലാറിൽ നിന്നാണ്. എവിടെ നിന്നാണ്? അച്ഛൻ കോവിലാറിലാണ്. പിന്നെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു കായംകുളം താപവൈദ്യുത നിലയം നിലവിൽ വന്ന വർഷം. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 1999 ജാനുവരി 17. അപ്പം 1999 ജാനുവരി 17 കായംകുളം താപവൈദ്യുത നിലയം രൂപീകൃതമാവുന്നത്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് നാഫ്തയാണ്. സ്ഥാപിത ശേഷി 350 മെഗാവാട്ടാണ്. ഇവിടേക്ക് ഉള്ള കൂളിംഗ് വാട്ടർ എടുക്കുന്നത് എവിടെ നിന്നാണ്? അച്ഛൻ കോവിലാറിലാണ്. ഇത്രയുമാണ് കായംകുളം താപവൈദ്യുത നിലയത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം. ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ് ഇത് ബ്രഹ്മപുരം. ഫസ്റ്റ് ഡീസൽ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം എന്തായിരിക്കും? ഡീസൽ ആയിരിക്കും അല്ലേ? ഇനി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളം. ഇത്രയും പോയിന്റ്സ് ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ് ഏത്? ബ്രഹ്മപുരം. സ്ഥിതി ചെയ്യുന്നത് എറണാകുളമാണ്. ഇനി ബ്രഹ്മപുരം കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടതാണ് ചീമേനി. ചീമേനി താപവൈദ്യുത നിലയം. പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയമാണ് ഏത്? ചീമേനി താപവൈദ്യുത നിലയം. ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഇനി ഒരൊറ്റ താപവൈദ്യുത നിലയം കൂടെ പഠിക്കാനുണ്ട്. ഏതാണ്? നല്ലളം താപവൈദ്യുത നിലയം. ഇതാണ് നല്ലളം താപവൈദ്യുത നിലയം. നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ് ഏത്?
താപവൈദ്യുത നിലയമാണ് ഇത് നല്ലളം താപവൈദ്യുത നിലയം. അപ്പോൾ ഏതൊക്കെയാണ്? ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൻ്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ ആദ്യത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ്. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചീമേനി താപവൈദ്യുത നിലയം കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. പ്രത്യേകത എന്താ? കേരളത്തിലെ ആദ്യത്തെ പ്രകൃതി വാതക താപവൈദ്യുത നിലയമാണ് ഇത് ചീമേനി താപവൈദ്യുത നിലയം. ഉപയോഗിക്കുന്ന ഇന്ധനം പ്രകൃതി വാതകമാണ്. നല്ലളം താപവൈദ്യുത നിലയം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന താപവൈദ്യുത നിലയമാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ താപവൈദ്യുത നിലയമാണ് ഇത് നല്ലളം താപവൈദ്യുത നിലയം. ഓക്കെ, അപ്പം ഇത്രയുമാണ് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പം 2-3 ക്ലാസ്സുകളിലൂടെയായിട്ട് നമ്മൾ കേരളത്തിലെ താപവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടെ കേരളത്തിലെ എന്താണ് വൈദ്യുത പദ്ധതികൾ നമ്മൾ എന്ന ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, താങ്ക്